നമസ്കാരം. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായി ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം രാജീവ് ചന്ദ്രശേഖരനെ നിയോഗിച്ചത് കൃത്യമായിട്ടുള്ള മാസ്റ്റർ പ്ലാനോടെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കേട്ടോ. രാജീവ് ചന്ദ്രശേഖരൻ അങ്ങനെ വെറുതെ അധ്യക്ഷനാക്കിയതല്ല. മോദിക്കും അമിത്ഷായ്ക്കും കൃത്യമായിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട് അതിന് പിന്നിൽ. കേരളത്തിൽ ബി.ജെ.പി. കച്ചമുറുക്കുന്നത് 35,000-ന് മുകളിൽ വോട്ട് ലഭിച്ച 60 നിയമസഭാ മണ്ഡലങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കളമൊരുങ്ങുക ശക്തമായിട്ടുള്ള ത്രികോണ പോരാട്ടത്തിനാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നത്. ബി.ജെ.പിയിൽ അതുപോലെ തന്നെ ഇനി ഗ്രൂപ്പിസം എന്നുള്ളത് ഉണ്ടാവില്ല എന്ന രാജീവിൻ്റെ ഉറപ്പും ഇക്കുറി ഉണ്ടാവുന്നു. ഇക്കുറി സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം സൃഷ്ടിക്കുക എന്നതാണ് ഭാവിയെ നോക്കിക്കൊണ്ട് ബി.ജെ.പി. ലക്ഷ്യം വെക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മണ്ഡലങ്ങളിലെ ഡാറ്റകൾ ശേഖരിച്ച് ഓരോ മണ്ഡലത്തിനും പ്രത്യേകം പ്ലാൻ അടക്കം തയ്യാറാക്കുകയാണ് ബി.ജെ.പി. ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് പറ്റിയ ആളാണ് രാജീവ് എന്നുള്ള കണക്കുകൂട്ടലുകളിലേക്ക് കേന്ദ്രം എത്തിക്കഴിഞ്ഞു. പരമ്പരാഗത ബി.ജെ.പി. ശൈലിയിൽ നിന്നും മറികടന്ന് കേരളത്തിലെ മധ്യവർഗത്തെ അടുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നൊരു പ്രധാന രീതി, അതാണ് പ്രധാന ലക്ഷ്യവും. അത്തരത്തിലെത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ചുമതലയേറ്റ രാജീവ് തൻ്റെ ലക്ഷ്യം എന്താണെന്ന് തുറന്നു പറഞ്ഞു കഴിയുകയും ചെയ്തു. അതായത് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ ബി.ജെ.പിക്ക് നിലവിലുള്ള 20% വോട്ടിൽ നിന്ന് 30% മുകളിലേക്ക് വർദ്ധിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുവാനുള്ള ഒരു നിർദ്ദേശം നൽകിക്കഴിഞ്ഞിരിക്കുന്നു. 40 മണ്ഡലങ്ങളിൽ 30% വോട്ട് പിടിക്കുവാനുള്ള പ്രവർത്തന രൂപരേഖ തയ്യാറാക്കുവാൻ അടക്കമുള്ള നിർദ്ദേശങ്ങളുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് ശതമാനം വിലയിരുത്തി കോർ കമ്മിറ്റിയും പ്രഭാരിയും ചേർന്നുണ്ടാക്കിയ പ്രവർത്തന തന്ത്രം ദേശീയ നേതൃത്വത്തിനും അത് കൈമാറുക തന്നെ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. അതായത് ഈ 35,000-ന് മുകളിൽ വോട്ട് ലഭിച്ച 60 നിയമസഭാ മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റൊരു പദ്ധതി കൂടി ഇതിനോടൊപ്പം തയ്യാറാക്കുകയാണ്. കഴിവ് തെളിയിച്ച പുതിയ നേതാക്കളെ സംസ്ഥാന നേതൃപദവികളിൽ എത്തിക്കണമെന്നതുകൂടി, അത് കൂടുതൽ അവസരം നൽകണമെന്നുകൂടി രാജീവ് ചന്ദ്രശേഖരൻ്റെ നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നു. അങ്ങനെ മറ്റു ഉപാധികളിലൂടെ നേതൃതലത്തിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നതിനോട് അദ്ദേഹത്തിന് വിയോജിപ്പുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ബി.ജെ.പിയിൽ ഇനി ഗ്രൂപ്പിസം ഉണ്ടാകില്ല എന്നുള്ള ഒരു ഉറപ്പ് കൂടി കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുകയും ചെയ്തു. ഇനി ഇതിനകത്ത് ഗ്രൂപ്പില്ല. ഇത് സംസ്ഥാന ബി.ജെ.പിയിലെ ഗ്രൂപ്പ് മാനേജർമാർക്കുള്ള താക്കീത് കൂടിയാണ് എന്ന് തന്നെയാണ് പറയേണ്ടത്. വ്യക്തികളുടെ ടീമല്ല, യുവാക്കളടങ്ങിയ ബി.ജെ.പിയുടെ ടീം കേരളത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. കേരളത്തിൽ മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനായി താൻ ഉണ്ടാകുമെന്ന് കൂടിയുള്ള സൂചനയും രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വയ്ക്കുകയാണ്. ബി.ജെ.പിക്ക് കേരളത്തിൽ ഒരു പുതിയ മുഖം നൽകാനെത്തുന്ന രാജീവ് ചന്ദ്രശേഖർ സംഘടനയെ നയിക്കുന്നത് എങ്ങനെയെന്നാകും എല്ലാവരും ഇനി ഉറ്റുനോക്കുക എന്നതാണ്. വ്യവസായ പ്രമുഖനിൽ നിന്ന് ഒരു സമ്പൂർണ്ണ രാഷ്ട്രീയക്കാരനായി മാറേണ്ടി വരുമ്പോൾ രാജീവിലൂടെ കേരള പാർട്ടിക്ക് പ്രൊഫഷണൽ ശൈലി കൈവരുമെന്നാണ് ബി.ജെ.പി. അടക്കം കരുതുന്നത്. പരമ്പരാഗത രീതികളുമൊക്കെ വഴിമാറും. എന്നാൽ പ്രായോഗിക രാഷ്ട്രീയത്തിൽ പുതുമുഖമായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന് പക്ഷെ പാർട്ടിയെ നയിക്കാൻ പുതിയ മെയ്വഴക്കം ശീലിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പാർട്ടിക്കുപരി സ്വീകാര്യതയുള്ള ഫുൾ ടൈം പാർട്ടിക്കാരനല്ലാത്ത രാജീവിനെ സർപ്രൈസ് പ്രസിഡന്റാക്കിയതിലൂടെ കേരളത്തിലൊരു പുതിയ പരീക്ഷണമാണ് ബി.ജെ.പി. നടത്തുന്നത് എന്നും പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ കേരള ബി.ജെ.പിയിൽ ഗ്രൂപ്പില്ല എന്നത് നേതാക്കളുടെ ആണയിടൽ മാത്രമായി ഒതുങ്ങരുത്. അടിത്തട്ടിലെ നീക്കങ്ങൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ് എന്ന് അണികൾക്കെന്ന പോലെ തന്നെ കേന്ദ്ര നേതൃത്വത്തിനും ഇപ്പോൾ തന്നെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് മാനേജർമാർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് രാജീവിൻ്റെ കടന്നുവരവ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നേതൃനിരയിലെ പ്രമുഖരെയെല്ലാം ചേർത്ത് പിടിച്ചും ഒപ്പം നിർത്തിയും വരുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കുക, ഒരുക്കുക എന്നുള്ള വെല്ലുവിളിയാണ് രാജീവിന് മുന്നിലുള്ള ആദ്യത്തെ കടമ്പ. അതിനുവേണ്ടി താഴെത്തട്ടിലേക്ക് ഇറങ്ങാൻ, സാധാരണ പ്രവർത്തകർക്കൊപ്പം ചേരാൻ ഒരു പുതിയ രാഷ്ട്രീയ വഴക്കം ശീലിക്കേണ്ടി വരും രാജീവിന് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിന് കൂടുതൽ സുപരിചിതനായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായപ്പോഴാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അന്ന് മുഖ്യ എതിരാളി ശശി തരൂരിൻ്റെ 2019 ഭൂരിപക്ഷം, അതായത് 99,989, 2024 16,077 താഴ്ത്തി 2ാം സ്ഥാനത്തെത്തി നേട്ടമുണ്ടാക്കി. രാഷ്ട്രീയത്തിന് അതീതമായ സ്വീകാര്യത ലഭിച്ചു എന്ന് തന്നെയാണ് രാജീവിൻ്റെ വിലയിരുത്തൽ. അതുവഴി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാജീവ് ചന്ദ്രശേഖർ തലസ്ഥാനത്ത് സജീവമാവുകയും ഒപ്പം തന്നെ താമസ സൗകര്യം ഒരുക്കുകയും ഒക്കെ ചെയ്തതോടെ അടുത്ത നിയമസഭയോ അല്ലെങ്കിൽ ലോക്സഭയോ അദ്ദേഹം ലക്ഷ്യമിടുന്നു എന്നുള്ള സൂചനകൾ, എന്നുള്ള കണക്കുകൂട്ടലുകളിലായിരുന്നു മിക്കവരും, അണികളടക്കം. അപ്പോൾ ഇവിടെ ഈ പാർട്ടി നേതൃത്വത്തിൽ മൊത്തത്തിലൊരു അഴിച്ചുപണി ഉണ്ടായേക്കുമെന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ഉദ്ധരണിയാണ്
സംസ്ഥാന സെക്രട്ടറിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ശേഷം സംസ്ഥാന പ്രസിഡന്റായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ശേഷം രാജീവ് ചന്ദ്രശേഖർ ആദ്യം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക, പ്രയത്നം കൊണ്ട് സമ്പന്നരാവുക എന്ന ശ്രീനാരായണ വാക്യമാണ് രാജീവ് ചന്ദ്രശേഖർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആദ്യം കുറിച്ചിട്ടത്. 2006 രാജീവ് ചന്ദ്രശേഖർ BJP യിൽ ചേരുന്നത്. 2006 കർണാടകയിൽ നിന്ന് BJP സ്വതന്ത്രനായി രാജ്യസഭാ അംഗമായിട്ടുള്ള അദ്ദേഹം പിന്നീട് 2 തവണ കൂടി രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെടുകയും അതിലൊരു വട്ടം കർണാടകയിലെ വ്യവസായ പ്രമുഖൻ കൂടിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ 2016 മുതൽ 2024 വരെ കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിരുന്നു. അപ്പോൾ 2021 മുതൽ 2024 വരെ രണ്ടാം നരേന്ദ്രമോദി മന്ത്രിസഭയിൽ സംസ്ഥാന ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. 2020 മുതൽ BJPയുടെ ദേശീയ വക്താവാണ് രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചുവെങ്കിലും ഈ സിറ്റിംഗ് MP ആയിട്ടുള്ള ശശി തരൂരിനോട് പരാജയപ്പെട്ടു. പക്ഷേ ഈ പരാജയപ്പെടലോ അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറിപ്പോകലോ ഒക്കെ പിന്നെ ഒരു പഴങ്കഥയായി മാറി. 2024 ഏപ്രിൽ മാസത്തിൽ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ഈ പറയുന്ന സമൂഹ മാധ്യമത്തിലൂടെ അദ്ദേഹം പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ടായിരുന്നു. പൊതുപ്രവർത്തനം അവസാനിച്ച് മടങ്ങിപ്പോകാൻ തീരുമാനിക്കുന്നു. പക്ഷേ അത് നരേന്ദ്രമോദിയും അമിത്ഷായും തമ്മിലുള്ള വളരെ ദൃഢമായിട്ടുള്ള ആലോചനയ്ക്ക് ശേഷം രാജീവ് ചന്ദ്രശേഖരനെ പിടിച്ചു നിർത്തുകയായിരുന്നു. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ആ പിടിച്ചു നിർത്തലാണ് ഇപ്പോൾ 2025 കഴിഞ്ഞ ദിവസം BJPയെ കേരളത്തിൽ നയിക്കാൻ താങ്കൾ തന്നെയാകട്ടെ എന്നവർ തീരുമാനമെടുത്തത്. ഇതിൽ ചില കണക്കുകൂട്ടലുകൾ ഉണ്ട് എന്ന് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ. 35,000 വോട്ടുകൾക്ക് മുകളിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങളായിട്ടുള്ള 60 മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ തന്നെ ഏകദേശം 15 മണ്ഡലങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള സാന്നിധ്യം അറിയിക്കുവാൻ കഴിയും. BJP ഒന്ന് കൈമേയി മറന്ന് സഹായിച്ചാൽ, ഒന്ന് അരക്കുട്ടുറപ്പിച്ച ചില മണ്ഡലങ്ങളെ കൂടി പിടിച്ചു നിർത്താൻ കഴിഞ്ഞാൽ, അതുപോലെ തന്നെ CPMൻ്റെയും കോൺഗ്രസിൻ്റെയും ചില മണ്ഡലങ്ങളിൽ ഒരു കടന്നുകയറ്റം നടത്താനായാൽ BJP കേരളം ഭരിക്കും എന്നൊന്നും പറയാതിരിക്കാൻ കഴിയില്ല. ഭരിക്കാതിരിക്കാൻ അവർ മറ്റൊന്നും ചെയ്തിട്ടില്ല. വേണമെങ്കിൽ സാഹചര്യങ്ങൾ അനുകൂലമാക്കിയേക്കാം. അതുകൂടി പറയാം. CPMന് ഒരു 3ാം സ്ഥാനം കൊടുക്കുവാൻ ഇവിടുത്തെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനങ്ങൾ തയ്യാറാകുമ്പോഴും പക്ഷേ അതവർക്ക് കോൺഗ്രസിനോടുള്ള വിരോധം കൊണ്ട് മാത്രമായിരിക്കാം 3ാമത് LDFനെ അധികാരത്തിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നത്. അതിനു പകരം BJPക്ക് നയിക്കുവാൻ പുതിയൊരു നേതാവ്, രാജീവ് ചന്ദ്രശേഖരനെ പോലൊരു കറകളഞ്ഞ വ്യക്തിത്വം, അഴിമതിയുടെ കറപുരളാത്ത ഒരു വ്യക്തിത്വത്തിനെയാണ് മുന്നിൽ നിർത്തുന്നത് എങ്കിൽ രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചാൽ എന്തും നടക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിഷ്പക്ഷമതികളായിട്ടുള്ള വോട്ടർമാർ ഒരു തീരുമാനത്തിലേക്ക് എത്തിയാൽ ഈ 35,000-ലധികം വോട്ട് ലഭിക്കുന്ന 60 മണ്ഡലങ്ങളും ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒരു 15 മണ്ഡലങ്ങളിലെ കടന്നുകയറ്റം കൂടി ആയിക്കഴിഞ്ഞാൽ BJPക്കും കേരളം ഭരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷേ അത് നടക്കണം എന്നൊന്നുമില്ല, നടന്നുകൂടായികയില്ല എന്നുകൂടി പറയട്ടെ. അതിന് പക്ഷേ സമയമെടുക്കും. BJPയെ നയിക്കുവാൻ ഇത്രയും കാലം നയിച്ചതുപോലെയല്ല, ഇനി മുന്നോട്ട് നയിക്കുവാൻ വളരെ കെൽപ്പുള്ള നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് രാജീവ് ചന്ദ്രശേഖർ തന്നെ തെളിയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ തെളിയിച്ചാൽ മാത്രമേ കേരളത്തിൽ BJPയുടെ താമര വിരിയുകയുള്ളൂ എന്നുള്ള കാര്യത്തിലും സംശയമില്ല.